സലാമുണ്ട് ട്ടാ പ്രിയപ്പെട്ടവരെ, സലാമുണ്ട്. ഓടെ ചെമ്പ് പിച്ചള അലൂമിനിയ പാത്രങ്ങൾ കൊടുക്കാനുണ്ടാ? ഓടെ ചെമ്പ് പിച്ചള അലൂമിനിയ പാത്രങ്ങൾ കൊടുക്കാനുണ്ടാ? കൊട നന്നാക്കാനുണ്ടാ? കൊട നന്നാക്കാനുണ്ടാ? ഓടെ ചെമ്പ് പിച്ചള അലൂമിനിയ പാത്രങ്ങൾ കൊടുക്കാനുണ്ടാ? ഇങ്ങനെ വിളിച്ചു പറഞ്ഞുകൊണ്ട് നടക്കുന്ന കുറെ ആളുകളെ പണ്ട് നമ്മുടെ നാട്ടിൻ പുറത്ത് കാണാൻ പറ്റുമായിരുന്നിട്ടാ. ഈ മഴക്കാലം ആവുന്ന സമയത്ത് കുട നന്നാക്കാണ്ടോ എന്ന് ചോദിച്ചിട്ട്, പിന്നെ പഴയ പൊട്ടിച്ചളങ്ങിയ പാത്രമൊക്കെ കൊടുക്കാണ്ടോ എന്ന് ചോദിച്ചിട്ട് കുറെ ആളുകൾ നമ്മുടെ നാട്ടിൻ പുറത്ത് ഇടവഴികടെയൊക്കെ നടക്കാറുണ്ടായിരുന്നു. ഇപ്പൊ അതൊന്നും ഇല്ല. എന്നാൽ ഇല്ലാണ്ടില്ല എന്ന് പറഞ്ഞതുപോലെ ഇപ്പൊ ക്രൈംബ്രാഞ്ച്, നമ്മുടെ പിണറായി വിജയൻ സഖാവിന്റെ ക്രൈംബ്രാഞ്ച് വിളിച്ചു പറഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ട്. ഇപ്പൊ കേസെടുക്കാനുണ്ടാ? ഗർഭം കലിക്കുക ആരെങ്കിലും ഉണ്ടാ? ഈ വീട്ടിൽ ഗർഭം കലിക്കുക ആരെങ്കിലും ഉണ്ടാ? കേസെടുക്കാനുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ക്രൈംബ്രാഞ്ച് തലങ്ങും വിലങ്ങും ഓടിയടക്കല്ലേ. പറഞ്ഞു വരുന്നത് നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഗർഭചിത്ര കേസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പൊ കേരളത്തിലുള്ള ഏതാണ്ട് എല്ലാ ഒട്ടുമിക്ക പെണ്ണുങ്ങളെയും പീഡിപ്പിച്ചെന്നുള്ള പരാതിയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ കഴിഞ്ഞ ദിവസം മാധ്യമ സമ്മേളനം നടത്തിയപ്പോ പറഞ്ഞല്ല, ഇനി പരാതി കൊടുക്കാൻ ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അങ്ങനെ ആരും ഒന്നും വിചാരിക്കണ്ട, ആ ബുദ്ധിമുട്ടൊന്നും വിചാരിക്കേണ്ട. നിങ്ങൾ ഈ പരാതി പറയണവരുടെ വിവരങ്ങളൊക്കെ രഹസ്യമായിട്ട് ബാക്കി എങ്ങനെയെങ്കിലും ആ രാഹുൽ മാങ്കൂട്ടത്തിനെ കൊടുക്കാൻ വേണ്ടി നിങ്ങൾ ആരെങ്കിലും ഒന്ന് മുന്നോട്ടേക്ക് ബാ. ഇനിയിപ്പോ പരാതി ഇല്ലെങ്കിലും വേണ്ടില്ല, ക്രൈംബ്രാഞ്ച് നല്ല ബടിവത്ത അക്ഷരത്തിൽ അത് എഴുതിയെടുത്തോളും. നിങ്ങൾ വെറുതെ ഒന്ന് വന്ന് നിന്നാ മതി. നിങ്ങളുടെ ഫോട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ വിവരങ്ങളോ ഒന്നും പുറത്തു വിടൂല. നിങ്ങൾ ധൈര്യമായിട്ട് പോരെ. നമുക്കൊരു ഗർഭക്കേസ് ഉണ്ടാക്കണം. ഇതാണ് മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളുടെ മുമ്പിൽ നിന്ന് പറഞ്ഞത്. അപ്പൊ അത് ക്രൈംബ്രാഞ്ച് കേസെടുത്ത് സ്വമേധയ FIR ഇട്ട് കേസെടുത്ത് നോക്കണേ. ആരെ ഈ പരാതിക്കാരി എന്ന് അറിയാൻ പാടില്ല. ഒരുപാട് പുള്ളങ്ങള് ഗർഭിണിയായെന്ന് പറഞ്ഞിട്ട് ശബ്ദരേഖയാണ് പറഞ്ഞത്. സാധാരണഗതിയിൽ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ എന്തെങ്കിലും ഇടങ്ങേറുണ്ടായി ഒന്നിൽ പോലീസിനടുത്ത് പരാതി കൊടുക്കണം, അല്ലെങ്കിൽ കോടതിയിൽ പോയി പരാതി കൊടുക്കണം. ഇനിയിപ്പോ ഗർഭചിത്രം പോലുള്ള കാര്യങ്ങൾ നടന്നിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ആശുപത്രിയിൽ അത് നടന്നായിട്ട് പറഞ്ഞല്ല. ഇപ്പൊ പറയുന്നത് ബാംഗ്ലൂര് ഏതാണ്ട് ആശുപത്രിയിൽ 2 പെണ്ണുങ്ങൾ ഗർഭചിത്രം നടത്തിയെന്ന് പറയുന്നത്. ഈ പെണ്ണുങ്ങൾ ഗർഭചിത്രം നടത്തിയിട്ടുണ്ടെങ്കിൽ ക്രൈംബ്രാഞ്ച് അവിടെ പോയി അന്വേഷിക്കണം പറഞ്ഞു. ഈ ഞാൻ കലക്കിയിട്ടുണ്ട് ആരെങ്കിലും, അതിന്റെ ഉത്തരവാദി രാഹുൽ മാങ്കൂട്ടത്തിലാണ് എന്നൊക്കെ അറിയാൻ വേണ്ടി അവിടെ ചെന്ന് ചോദിച്ചേക്കാണ്. ഇപ്പൊ ഗർഭം കലക്കിയിട്ടുണ്ടെങ്കിൽ ഇപ്പൊ DNA എടുക്കാൻ പറ്റൂല. അങ്ങനെയാണെങ്കിൽ രാഹുലിന്റെ DNA എടുത്ത് അതിന്റെ ഉത്തരവാദി രാഹുൽ എന്ന് അറിയാൻ പറ്റിയേനെ. അപ്പൊ അത് കലക്കി കഴിഞ്ഞ് അപ്പൊ പിന്നെ ഇനിയിപ്പോ രാഹുലാണെന്ന് അറിയണമെങ്കിൽ DNA പരിശോധന പറ്റൂല. പരിശോധന വേണ്ട, ഒരാളെ കിട്ടിയാൽ മതി. രാഹുലിന്റെ മേലിൽ കേസ് എടുക്കുന്ന, അറസ്റ്റ് ചെയ്യണം, അകത്തിടണം, ഇതാണ് ഉദ്ദേശം. അപ്പൊ ഈ ക്രൈംബ്രാഞ്ച് ഈ ഓടെ ചെമ്പ പിച്ചള അലോമിനി പാത്രങ്ങൾ കൊടുക്കാണ്ടോ എന്ന് പറഞ്ഞ പോലെ കേസ് എടുക്കാണ്ടോ എന്ന് ചോദിച്ച് നാഴിക്ക് 40 വട്ടം തലങ്ങും പിലങ്ങും ഓടി നടന്നു കഴിഞ്ഞപ്പോ ഇവിടെ വേറൊരു കാര്യം എടുത്തു പറയാനുണ്ട്. ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസ്, ഇങ്ങനെ ഇല്ലാത്ത കേസ് കുത്തിപ്പൊക്കി വാർത്തയാക്കി റിപ്പോർട്ടർ ചാനൽ എന്ന് പറഞ്ഞൊരു ചാനൽ ഉണ്ടല്ല, ആ ചാനലിലെ ഒരു പെങ്കൊച്ചുണ്ടായിരുന്നു, അഞ്ജന അനിൽകുമാർ എന്ന അതിന്റെ പേര്. ആ ചാനൽ, ആ മാധ്യമ പ്രവർത്തക, ആ ചാനലിനുള്ള ഒരു ക്രിസ്റ്റി M. തോമസ് എന്ന് പറഞ്ഞ ഒരുത്തൻ, അതായത് അവിടെ അയാൾ മാധ്യമ പ്രവർത്തകനെ അയാൾ പീഡിപ്പിച്ചു എന്നും പറഞ്ഞ് അവരൊരു പരാതി പരസ്യമായിട്ട് വന്ന് പറഞ്ഞ് അവരുടെ FB പോസ്റ്റിലിട്ട് അവർ ഈ പരാതി എവിടെയും കൊടുക്കാൻ തയ്യാറാണ്. ഈ ക്രൈംബ്രാഞ്ച് ഓടെ ചെമ്പ പിച്ചള അലോമിനിയം പാത്രങ്ങൾ കൊടുക്കാണ്ടോ എന്നും പറഞ്ഞ് അങ്ങനെ ചെന്നില്ല, കേസ് എടുത്തില്ല. അതെന്താ? അപ്പൊ അവിടെ രാഹുൽ മാങ്കൂട്ടത്തിനെ കൊടുക്കാൻ പറ്റൂല, റിപ്പോർട്ടർ ചാനലിനെ കൊടുക്കാൻ പറ്റൂല. കാരണം അവിടെ അമേരിയ ശിരസ്കരൊക്കെ ഈ റിപ്പോർട്ടർ ചാനലിൽ ഇരുന്നുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പറയാല്ലേ മുഖ്യമന്ത്രിക്ക് വേണ്ടിയിട്ട്. അപ്പൊ അവിടുത്തെ കേസ് എടുക്കാൻ പറ്റൂല, നാറ്റിക്കാൻ പറ്റൂല. അപ്പൊ രാഹുലിനെ നാറ്റിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ ഓടെ ചെമ്പ പിച്ചള അലൂമിനിയം പാത്രങ്ങൾ കൊടുക്കാനൊന്നും പറഞ്ഞിറങ്ങിയേക്കുന്നത്. ഇതിനെതിരെ ശക്തമായിട്ട് പ്രതികരിക്കും എന്ന് പറഞ്ഞ് VT ബലറാമുള്ള പോലെയുള്ള കോൺഗ്രസ് പ്രവർത്തകർക്ക് നേരിട്ട് രംഗത്തെത്തിയിട്ടുണ്ട്. അവർ ചോദിച്ചിട്ടുണ്ട്, ഒരു പരാതിയില്ല കേരളത്തിൽ. ഒരു പെൺകൊച്ച് എവിടെ ഒരു കോടതിയിലെ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കാത്ത രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ എങ്ങനെ ഗർഭം കലിക്കി എന്ന് പറഞ്ഞ് കേസെടുക്കാൻ പറ്റും? നിങ്ങൾ പറയേ. ക്രൈംബ്രാഞ്ചിനോട് ചോദിക്കുന്ന ചോദ്യത്തിന് ക്രൈംബ്രാഞ്ച് മുണ്ടാട്ടം മുട്ടി 4 ഇടങ്ങളിൽ വെള്ളം കുടിച്ച് വഴികട അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി കിടക്കാണ്. ഇനി ആരെങ്കിലും കേസെടുക്കാണ്ടെന്ന് ചോദിച്ചുകൊണ്ട് അവരാപ്പിലായി. ഇനി പരാതി ഉള്ള പെണ്ണുങ്ങൾ ആരെങ്കിലും പരാതി കൊടുത്തില്ലെങ്കിൽ കേസ് തള്ളിക്കളയേണ്ടി വരും. അപ്പൊ മുഖ്യമന്ത്രി പറഞ്ഞതിന്റെ പേരിൽ കേസ് എടുക്കാണ്ടിരിക്കാനും പറ്റൂല, അല്ലെങ്കിൽ അത് വേറെ പുകിലാവൂല, കേസാവൂല. അവര് തലങ്ങും പലങ്ങും ഓടി കിടക്കാണ് ഇപ്പൊ. ഇതിനിടയിൽ രാഹുൽ മാങ്കൂട്ടത്തിന് ഈ നടപടി എടുത്തതെന്ന് കോൺഗ്രസിന് വലിയൊരു തെറ്റ് പറ്റിയെന്ന് പറഞ്ഞ്, ചരിത്രപരമായ മണ്ടത്തരമാണ് കോൺഗ്രസിന് പറ്റിയെന്ന് പറഞ്ഞ് കോൺഗ്രസിൽ തന്നെയുള്ള ഒരു വിഭാഗം ആളുകളുണ്ട്. എന്ത് പരാതിയുടെ അടിസ്ഥാനത്തിലാണ് കേസെടുക്കല്ല രാഹുൽ മാങ്കൂട്ടത്തിനെ പുറത്തു വിട്ടത്. കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വം വരെ കട്ട് ചെയ്ത് അയാളെ പുറത്ത് നിർത്തിയത് എന്ത് കാര്യത്തില്ല? യൂത്ത് കോൺഗ്രസിന്റെ സ്ഥാനം കട്ടിക്കളഞ്ഞ എന്തിനാ? ഇനിയിപ്പോ അത് കളഞ്ഞ് ഈ ധാർമ്മികമായിട്ടുള്ള ഉത്തരവാദിത്തമാണെന്ന് വിചാരിക്കായിരുന്നു. ഈ കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വം കട്ട് ചെയ്ത് എന്തിനാ? വല്ല പെണ്ണുങ്ങളും വല്ലയിടത്തുനിന്ന് എന്തെങ്കിലും വിളിച്ചു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള MLA അങ്ങനെയുള്ള ആളുകളൊക്കെ പുറത്താക്കണമെങ്കിൽ ഒരു അന്വേഷണം വേണ്ടേ? ഒരു അന്വേഷണം ഇല്ലാണ്ട് എന്ത് അടിസ്ഥാനത്തിൽ ചെയ്തതെന്ന് കോൺഗ്രസ്സുകാർ BD സതീശിന്റെയും KPCC പ്രസിഡന്റ് സണ്ണി ജോസഫിന്റെ ഒക്കെ മുഖത്തേക്ക് ചോദിക്കുമ്പോൾ അവര് മുണ്ടാട്ടം മുട്ടി തലയും കുടിച്ച് കിടക്കാണെന്ന് പറയരുത്.
അപ്പൊ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ പഴയ കോൺഗ്രസ്സുകാരനായിരുന്നില്ല, പിന്നീട് സതീശൻ ഗ്രൂപ്പിലേക്ക് വന്നതാണല്ലോ. ഇപ്പൊ കോൺഗ്രസ്സുകാരൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടി മുന്നോട്ട് വന്നിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം UDF കൺവീനറായ അടൂർ പ്രകാശ് തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇത് AI നിർമ്മിതികളുടെ കാലമാണ്. ഈ ശബ്ദരേഖ രാഹുൽ മാങ്കൂട്ടത്തിന് ഗർഭം കലക്കണം എന്ന് പറഞ്ഞൊരു പെണ്ണിനെ പ്രേരിപ്പിക്കണ ശബ്ദരേഖ, അതായത് ഇപ്പൊ കേസിന് അടിസ്ഥാനമായിട്ട് വന്ന ശബ്ദരേഖ, അതിപ്പോ AI നിർമ്മിതം അല്ലാന്ന് ഇപ്പൊ എങ്ങനെ പറയാൻ പറ്റും? ഇപ്പൊ അച്ഛനും അമ്മേനെയും വരെ AI നിർമ്മിതമായിട്ട് ഉണ്ടാക്കുന്ന കാലമാണെന്നാണ് പറയുന്നത്. അപ്പൊ ഈ വ്യാജ ഓഡിയോയും വീഡിയോ ഒക്കെ നിർമ്മിക്കാൻ ആളുകൾക്ക് പറ്റും. അങ്ങനെയുള്ള വ്യാജ ഓഡിയോയും വീഡിയോ ഒക്കെ അത് ശരിയാണോ എന്ന് കണ്ട് ഫോറൻസിക് റിപ്പോർട്ട് വരണം, പരിശോധിക്കണം. ആ പരിശോധനയിൽ റിപ്പോർട്ട് ശരിയാണെങ്കിൽ മാത്രമേ കേസെടുക്കാൻ പറ്റുള്ളൂ. അല്ലാണ്ട് ഇപ്പൊ ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ എന്ന് പറയുന്ന ഈ ശബ്ദരേഖ AI നിർമ്മിതമാണോ എന്ന് തന്നെയാണ് ഇപ്പൊ അടൂർ പ്രകാശ് ചോദിക്കുന്നത്, സംശയം പ്രകടിപ്പിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അതൊക്കെ അറിയട്ടെ, എന്നിട്ട് മതി ബാക്കി നടപടി എന്നാണ് അടൂർ പ്രകാശ് പറയുന്നത്. കഴിഞ്ഞ ദിവസം മുരളീധരൻ ഇത് തന്നെയാണ് വന്ന് പറഞ്ഞത്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നിയമസഭയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ 15-ാം തീയതി നിയമസഭ കൂടാനുള്ള രാഹുൽ മാങ്കൂട്ടത്തിൽ വരുമ്പോ ഭരണപക്ഷം പൂവങ്കോഴിയുടെ ശബ്ദമോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ശബ്ദം ഉണ്ടാക്കുകയാണെങ്കിൽ ഇവിടെ പ്രതിപക്ഷം എഴുന്നേറ്റ് ശബ്ദം ഉണ്ടാക്കും. മുകേഷ് എഴുന്നേൽക്കുമ്പോ കൊക്കരക്കോ എന്നും പറഞ്ഞ് പൂവങ്കോഴിയുടെ ശബ്ദം ഉണ്ടാക്കും, ഗിരിരാജൻ കോഴിയുടെ ശബ്ദം ഉണ്ടാക്കും എന്നാണ് പറയുന്നത്. സ്ത്രീപീഡനത്തിനെതിരായിട്ട് മുകേഷിനെതിരെ പോലീസ് ഈ പിണറായി വിജയൻ അഭ്യന്തരം ഭരിക്കുമ്പോ പിണറായി വിജയന്റെ കീഴിലുള്ള പോലീസുകാർ കേസെടുത്ത് FIR ഇട്ട് അറസ്റ്റ് ചെയ്തിട്ട് ജാമ്യത്തിൽ വിട്ട MLA താങ്ങി പിടിച്ചുകൊണ്ട് പിണറായി വിജയൻ അവിടെ ഇരിക്കരുത്. ആ മുകേഷ് അങ്ങ് എഴുന്നേറ്റ് നിന്ന് കൊക്കരോ എന്നും പറഞ്ഞ് പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് നിന്ന് എഴുന്നേറ്റ് ഇന്ന് കൂവുന്നാണ് മുരളീധരൻ പറയുന്നത്. ഇനിയിപ്പോ ശശീന്ദ്രൻ, അത് നമ്മുടെ പഴയ ശശീന്ദ്രന്റെ ശബ്ദരേഖയൊക്കെ എല്ലാവരും ഓർക്കണ്ടില്ല, നമ്മുടെ വനം വകുപ്പ് മന്ത്രി കാട്ടുപൂച്ച കണ്ണടിച്ച് പാൽ കുടിക്കണോ അല്ലെ, എന്നെ മറന്നോ പെണ്ണേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ശബ്ദരേഖ വന്നില്ല. ആ പുള്ളിക്കാരനങ്ങ് അവിടെ എഴുന്നേറ്റ് നിന്ന് ഇങ്ങനെ കാട്ടുമാക്കാന്റെ ഒച്ചയില് കാട്ടുപൂച്ചയുടെ ഒച്ചയില് മ്യാവ് എന്ന് പറഞ്ഞ ഒച്ച ഉണ്ടാക്കുമെന്നാണ് മുരളീധരൻ പറഞ്ഞത്. ഇതിന്റെ ഒക്കെ പുറകിലുള്ള ഗുഡൻസ് എന്ന് പറഞ്ഞാൽ മുരളീധരനും രാഹുലിനെ ചേർത്ത് പിടിക്കണ്. അപ്പൊ രാഹുലിനെ ഒറ്റപ്പെടുത്താൻ ആരെങ്കിലും വിചാരിച്ചിട്ടുണ്ടെങ്കിൽ കോൺഗ്രസിൽ അത് നടക്കൂല. മൊത്തത്തിൽ പറഞ്ഞാൽ ഇത് ഇല്ലാത്തൊരു കേസായി പോയി. ഓടെ ചെമ്പെ പിച്ചളാലോ ഈ പാത്രങ്ങൾ വിൽക്കാനുണ്ടോ എന്ന് ചോദിച്ച് നടക്കണ പോലെ ഇപ്പൊ ക്രൈംബ്രാഞ്ച് തേരെ വരെ കേരളത്തിലെ വഴിക്കിടയൊക്കെ അങ്ങോട്ട് വിളിച്ചു പറഞ്ഞുകൊണ്ട് കൊടുക്കാണെങ്കിൽ ഏതെങ്കിലും ഗർഭം കലക്കി ആരെങ്കിലും ഈ വീട്ടിലുണ്ടാ കേസെടുക്കുക, മിതമായ റേറ്റ് മതി, ഇനിയിപ്പോ നിങ്ങളെ മുഖ്യമന്ത്രി രക്ഷിച്ചോളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഓടിപ്പാഞ്ഞ് നടക്കാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയ പോലീസുകാർ ഒരു കഷ്ടകാലം ഇല്ലേ, എന്ത് ചെയ്യും? മുഖ്യമന്ത്രി ആവട്ടെ രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്ത് അകത്തിട്ട നടക്കുള്ളൂ എന്ന് പറഞ്ഞ് എന്നിട്ട് വിശ്രമമുള്ളൂ എന്ന് പറഞ്ഞ് ആള് നടക്കണം. ഈ ഓണക്കാലമായിട്ട് ഉപ്പേരിയും പായസവും ഒക്കെ പുള്ളി കഴിക്കണമെന്നുണ്ടെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്ത് അകത്തിട്ടാൽ പുള്ളിക്ക് വിശ്രമമുള്ളൂ, അല്ലെങ്കിൽ പുള്ളി ഓണം ഇല്ല എന്ന് പറഞ്ഞില്ല മറ്റേ നടക്കണേന്ന് പുള്ളിയുടെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ആളുകളൊക്കെ പറയുന്നത്. അപ്പൊ അതിനിടയ്ക്ക് ലക്ഷ്മി എന്താണ് പത്മലക്ഷ്മി എന്ന് പറഞ്ഞ ലക്ഷ്മി പത്മ തിരിഞ്ഞു പോയിട്ടാ. ലക്ഷ്മി പത്മ എന്ന് പറഞ്ഞൊരു മാധ്യമപ്രവർത്തക ഈ പീഡിപ്പിക്കപ്പെട്ടു എന്ന് പറഞ്ഞ പെണ്ണിനെ കണ്ടെന്ന് പറയുന്നുണ്ട്. അത് അവരുടെ രഹസ്യ വിവരങ്ങൾ പുറത്തുവിടാൻ പാടില്ലാത്തതിന്റെ ഈ പെണ്ണുമുള്ള എവിടെയെന്ന് പറയാൻ പറ്റൂല എന്ന്. അതിജീവിതം എന്നല്ല പറയുന്നത് ഇതിനെയൊക്കെ. ആ രാഹുൽ മാങ്കൂട്ടത്തിന് പീഡിപ്പിച്ചെന്ന് പറയാൻ എന്ത് തെളിവുള്ളത്? ഒരു കേസ് കൊടുക്കാത്ത എന്താ? ഇനിയിപ്പോ മുഖ്യമന്ത്രി പറഞ്ഞല്ല രഹസ്യ വിവരങ്ങളാക്കി വെക്കുക, എന്നിട്ട് എന്താ ഒരാളെ കണ്ടെത്താൻ പറ്റാത്തത്? ഇപ്പൊ 10-11 പരാതി ഈ DGP കിട്ടിയിരുന്ന പറയുന്നത് ഓൺലൈനായിട്ട്. പുള്ളിക്കാരനൊന്നും നോക്ക പോലും ഇല്ല. ഇമെയിലായിട്ട് കിട്ടിയ ചവിട്ടോട്ടയിൽ തള്ളിക്കളയാൻ പറ്റൂല. അപ്പൊ ഈ പരാതി കൊടുത്തവരാരും ഈ നേരിട്ട് പീഡനം നടത്തി അനുഭവമുള്ള ആളുകളല്ല, 3-ാം കക്ഷികളാണ് പരാതി കൊടുത്തേക്കുന്നത്. അപ്പൊ അതിന്റെ അർത്ഥം തന്നെ മനസ്സിലാക്കാൻ പറ്റും. ഈ പിണറായി വിജയനും കൂട്ടരും രാഹുൽ മാങ്കൂട്ടത്തിനെ ഇടിച്ചു താഴ്ത്താൻ വേണ്ടിയിട്ട് ഇങ്ങനെ ക്രൈംബ്രാഞ്ചിനെയൊക്കെ ഉപയോഗിച്ച് നടത്തിയിട്ട് ഒന്നും നടക്കണില്ല. ഇനിയിപ്പോ നാളെ വേറെ കേരളത്തിലുള്ള ഒട്ടുമിക്ക പെണ്ണുങ്ങളും പീഡിപ്പിച്ചെന്നും പറഞ്ഞ് ഓൺലൈൻ ലീഗയുടെ DGPക്ക് പരാതി കൊടുക്കുമെന്നും വിട്ട് അറിയാൻ പാടില്ല. എന്തായാലും ഇത് AI നിർമ്മിതിയുടെ കാലമാണ്, ഇത് വിശ്വസിക്കാൻ പറ്റൂല എന്ന് തന്നെയാണ് അടൂർ പ്രകാശം പറഞ്ഞേക്കണേ. ഇനിയിപ്പോ ഭരണ പൂലൊക്കെ നമുക്ക് കണ്ടറിയാം, കാത്തിരിക്കാം. അപ്പൊ അങ്ങനെയുള്ള എന്തെങ്കിലും വിശേഷം ഉണ്ടെങ്കിൽ വരാട്ടാ. ആയിക്കോട്ടെ, സലാം.